ജനുവരി 12 വിവേകാനന്ദ ജയന്തിയും ദേശീയ യുവജന ദിനവും. ഭാരതത്തിൻ്റെ ആത്മീയ നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന സന്യാസിയും യുക്തിവാദിയും മനുഷ്യസ്നേഹിയുമായ സ്വാമി വിവേകാനന്ദൻ 1863 ജനുവരി 12 കൽക്കട്ടയിൽ ജനിച്ചു. യഥാർത്ഥ പേര് നരേന്ദ്രനാഥ് ദത്ത് എന്നായിരുന്നു. വിദ്യാഭ്യാസാനന്തരം നരേന്ദ്രനാഥ് അക്കാലത്തെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് വിവേകാനന്ദൻ എന്ന പേരും സ്വീകരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചു. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ചിക്കാഗോ പ്രസംഗം വിവേകാനന്ദന് ലോക പ്രശസ്തി നേടിക്കൊടുത്തു. തുടർന്ന് ലണ്ടനും സന്ദർശിച്ച് ഭാരതത്തിൻ്റെ ശബ്ദം ലോകവ്യാപകമായി കേൾപ്പിക്കുകയും ഭാരതീയ സംസ്കാരത്തിൻ്റെ വെളിച്ചം ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയപ്രചരണത്തിനും ദരിദ്രരുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെയായി 1897 ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. വിവേകാനന്ദൻ്റെ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും യുവാക്കളോടുള്ള ആഹ്വാനവും ഇന്ത്യൻ യുവത്വത്തെ തൊട്ടുണർത്തി. അവർക്ക് അതൊരു വലിയ ഉത്തേജനമായി. 1902 ജൂലൈ 4 39-ാം വയസ്സിൽ അദ്ദേഹം സമാധിയായി. 1985 മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. വിവേകാനന്ദൻ്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമാകണമെന്നുദ്ദേശിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്.